1917 ഓഗസ്റ്റ് 21 4 വർഷത്തെ വിദേശ പഠനം കഴിഞ്ഞ് അംബേദ്കർ ബോംബെയിൽ തിരിച്ചെത്തി. അദ്ദേഹത്തിൻ്റെ പക്കൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കൊളംബിയ സർവകലാശാലയിൽ നിന്നുള്ള ഡോക്ടറൽ ബിരുദം ഉണ്ടായിരുന്നു. ആ കാലത്ത് ഒരു വിദേശ സർവകലാശാലയിൽ നിന്നും ഉന്നത ബിരുദം, വിശേഷിച്ചും ഡോക്ടർ ബിരുദം നേടുന്ന ആളുകൾ ഇന്ത്യയിൽ അപൂർവമായിരുന്നു. അതും അയിത്തജാതിയിൽ ജനിച്ച് പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുതി ഇത്രയും ഉന്നത വിദ്യാഭ്യാസം നേടിയെടുത്ത മറ്റൊരാൾ ഉണ്ടാവുക എന്നത് നമുക്ക് അതിശയകരമായ കാര്യമാണ്. തൻ്റെ വിദ്യാഭ്യാസം തനിക്ക് സമ്മാനിച്ച ഔന്നത്യവും ആത്മവിശ്വാസവും അതിൻ്റെ ആർജവവുമായാണ് അംബേദ്കർ ബോംബെയിലെ തൻ്റെ വീട്ടിലെത്തുന്നത്. വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ രമാബായി, അദ്ദേഹത്തിൻ്റെ മകൻ യശ്വന്ത്, മറ്റ് ബന്ധുക്കൾ, ഇവരെല്ലാം, പിന്നെ തൻ്റെ സമുദായത്തിലെ പ്രമുഖരായ ആളുകൾ എല്ലാം തന്നെ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ സ്വീകരിച്ചു. അധികം താമസിക്കാതെ അദ്ദേഹം ബറോഡ സർക്കാരിൻ്റെ ജോലിയിൽ പ്രവേശിക്കുന്നതിനായി ബറോഡയിലേക്ക് തിരിച്ചു. ബറോഡ ഗവൺമെൻറ്റിൽ അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിൽ ഒരു പ്രൊബേഷണറായിട്ട് അദ്ദേഹത്തെ രാജാവ് നിയമിച്ചു. അംബേദ്കറെ മിലിറ്ററി സെക്രട്ടറിയായി നിയമിക്കാനായിരുന്നു മഹാരാജാവ് ആഗ്രഹിച്ചിരുന്നത്. അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിൽ പ്രൊബേഷണറായിട്ട് നിയമിതനായ അംബേദ്കർക്ക് റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് സ്വീകരിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും മഹാരാജാവ് ഏർപ്പാടാക്കിയിരുന്നു. ജോലിക്ക് ചേരാനായി ബറോഡയിലെത്തിയ അംബേദ്കർ ബറോഡ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തന്നെ സ്വീകരിക്കാനുള്ള ആളുകളെ നോക്കി കാത്തിരുന്നു. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഏറെ നേരം കാത്തിരുന്ന ശേഷം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു കുതിരവണ്ടിക്കാരനോടൊപ്പം താമസ സ്ഥലം അന്വേഷിച്ച് അദ്ദേഹം തൻ്റെ പെട്ടിയും മറ്റു സാധനങ്ങളുമായി യാത്ര പുറപ്പെട്ടു. കുതിരവണ്ടിക്കാരൻ അദ്ദേഹത്തെ ഒരു പാഴ്സി വിശ്രമ കേന്ദ്രത്തിലാണ് എത്തിച്ചത്. അന്ന് അവിടെ കഴിയാമെന്ന ഉദ്ദേശത്തോടെ അദ്ദേഹം പാഴ്സി സത്രത്തിലെ മാനേജരെ കണ്ടു. മാനേജരോട് അദ്ദേഹം തൻ്റെ അവസ്ഥ പറഞ്ഞു. മാനേജർ അദ്ദേഹത്തെ അവിടെ താമസിക്കാൻ അനുവാദം കൊടുത്തു. അപ്പോൾ അവിടൊന്നും തൻ്റെ ജാതിയെക്കുറിച്ച് അംബേദ്കർ ഉത്കണ്ഠാകുലനായിരുന്നില്ല. പക്ഷേ ഈ സത്രത്തിൽ ചേരുമ്പോൾ അദ്ദേഹം ചില രജിസ്റ്ററിൽ പേര് എഴുതുകയും ഒക്കെ ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചില ആശങ്കകൾ ഉയർന്നു. കാരണം ഈ പാർസി സത്രത്തിൽ പാർസികൾക്ക് മാത്രം താമസിക്കാനുള്ള സ്ഥലമാണ്. പാർസി അല്ലാത്ത ആളുകളെ അവിടെ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. എങ്കിലും അംബേദ്കറുടെ അപ്പോഴത്തെ സാഹചര്യം മനസ്സിലാക്കിയ സത്രം മാനേജർ അദ്ദേഹത്തെ അവിടെ താമസിക്കാൻ അനുവദിക്കുകയായിരുന്നു ചെയ്തത്. അംബേദ്കർ ഒരു പാർസിയായി കള്ളം പറഞ്ഞു. ഞാനൊരു പാർസിക്കാരനാണെന്ന് കള്ളം പറയുകയും അവിടെ ആ നിലയിൽ ഒരു പാർസി എന്ന നിലയിൽ ആ രജിസ്റ്ററിൽ പേര് എഴുതി താമസിക്കുകയാണ് ചെയ്യുന്നത്. അന്ന് അവിടെ രാത്രി പാർസി സ്ഥാനത്തിലെ 2ാം നിലയിലെ ഒഴിഞ്ഞ മുറിയിൽ അദ്ദേഹം താമസിക്കുന്നു. പാർസി സത്രത്തിലെ മാനേജർ അദ്ദേഹം ആഹാരം കൊടുക്കുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ബറോഡ സർക്കാരിൻ്റെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. ജോലിയിൽ പ്രവേശിച്ച ശേഷം അംബേദ്കർ നേരിട്ട പ്രധാന പ്രശ്നം അദ്ദേഹത്തിന് താമസിക്കാനുള്ള സ്ഥലം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. കാരണം കാർഷിക സത്രത്തിൽ ഒരു ദിവസത്തേക്ക് താമസിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അവിടെ ഓഫീസിൽ പോയി ജോയിൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാര്യങ്ങളിൽ ചുമതലയേറ്റു. സർക്കാർ വക ഒരു താമസ സൗകര്യം കിട്ടുമെന്നുള്ളതായിരുന്നു അംബേദ്കറുടെ പ്രതീക്ഷ. കാരണം അത്ര ഉയർന്ന നിലയിലാണ് അദ്ദേഹം അവിടെ ജോലിയിൽ പ്രവേശിക്കുന്നത്. അതിനുള്ള അപേക്ഷ കൊടുത്തു. അംബേദ്കർ അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അംബേദ്കറിൻ്റെ ജാതി അവിടെ വളരെ പ്രചാരത്തിൽ വന്നിരുന്നു. ഒരു മഹർ ജാതിക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ രാജാവിൻ്റെ സർക്കാരിൽ ഉയർന്ന ഉദ്യോഗത്തിൽ പ്രവേശിക്കുന്നു എന്നുള്ള സന്ദേശം കാട്ടുതീ പോലെ ബറോഡയിലെങ്ങും പരന്നിരുന്നു. ഇത് തന്നെ ഇങ്ങനെ ഒരു മുൻവിധിയുടെ പശ്ചാത്തലത്തിലാണ് അംബേദ്കർ ബറോഡയിൽ എത്തിച്ചേരുന്നത്. പക്ഷേ ഇത് അംബേദ്കർ തിരിച്ചറിഞ്ഞിരുന്നില്ല.
ഇങ്ങനെ ഒരു മുൻവിധി തന്നെക്കുറിച്ചുണ്ട് എന്നുള്ള കാര്യം അംബേദ്കർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ 4-5 വർഷത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതൊന്നും അനുഭവിച്ചിരുന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ ആധുനിക മനുഷ്യനായിട്ടാണ് ഇന്ത്യയിൽ തിരിച്ചെത്തുന്നത്. പക്ഷേ ഇന്ത്യയിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. അംബേദ്കറെ ഒരു മഹറായിട്ട് തന്നെയാണ് ബറോഡയിലെ സർക്കാർ വൃത്തങ്ങൾ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അംബേദ്കറുടെ സർക്കാർ വസതിക്കുള്ള അപേക്ഷ വളരെ വേഗത്തിൽ സഞ്ചരിച്ചില്ല. അദ്ദേഹത്തിന് അതിനുള്ള സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം വൈകുന്നേരം ജോലി തിരിച്ച് പാർസി സത്രത്തിലെത്തുന്നു. ഒരു ദിവസം കൂടി അവിടെ താമസിക്കാൻ വ്യാജപ്പേരിൽ താമസിക്കുന്നു. പിന്നീട് അടുത്ത ദിവസം സർക്കാർ തൻ്റെ ഓഫീസിൽ വന്ന് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് താമസ സ്ഥലം കിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. പക്ഷേ നടക്കുന്നില്ല. അദ്ദേഹം അവിടുത്തെ ബറോഡയിലെ തൻ്റെ ചില സുഹൃത്തുക്കളെ സമീപിക്കുന്നു. സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ഒഴിവൊഴി പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ഇതൊരു വലിയ പ്രതിസന്ധിയായി മാറുകയെന്ന സാഹചര്യത്തിൽ അദ്ദേഹം തൻ്റെ ഓഫീസ് സമയം കഴിഞ്ഞ ശേഷം മറ്റു സ്ഥലങ്ങളിൽ സഞ്ചരിക്കുകയും ചില വായനശാല നഗരത്തിലെ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഇരുന്ന് സമയം ചെലവഴിക്കുകയും രാത്രി ഈ പാർസി സത്രത്തിൽ വന്ന് താമസിക്കുകയും ചെയ്തു. രാത്രിയിൽ ആളുകളുടെ ശ്രദ്ധയിൽപ്പെടാത്ത വിധമായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത്. അവിടുത്തെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ അതിഭീകരമായ സാഹചര്യങ്ങളെക്കുറിച്ച് അംബേദ്കർ പിന്നീട് വളരെ ദുഃഖത്തോടെ ഓർമ്മിക്കുന്നുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാപരവും ഏറ്റവും ദുഃഖഭരിതവുമായ ദിനങ്ങളായിരുന്നു അതെന്ന് അംബേദ്കർ പിന്നീട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ പാർസി സത്രത്തിലെ മുകൾ നിലയിൽ അടച്ചിട്ട മുറിയിൽ വവ്വാലുകളും മറ്റെല്ലാ പ്രാണികളും പറമ്പുകളും എല്ലാം ഇരുട്ട് നിറഞ്ഞ മുറിയിലാണ് അന്ന് രാത്രി അദ്ദേഹം ചെലവഴിച്ചത്. ബോംബെയിൽ നിന്ന് തന്നെ വന്ന് കാണാൻ വന്ന സഹോദരപുത്രൻ അദ്ദേഹം അന്ന് തന്നെ സാധനങ്ങളുമായിട്ട് ബോംബെയിൽ നിന്ന് തന്നെ സഹോദരപുത്രൻ അംബേദ്കർ പിന്നാലെ ബറോഡയിൽ വരികയുണ്ടായി. തനിക്ക് താമസ സൗകര്യം മറ്റും ഇല്ല എന്നുള്ള വിവരം അവനെ അറിയിക്കാതെ അത്ര പെട്ടെന്ന് തന്നെ തിരിച്ചയക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. എങ്കിലും അന്ന് രാത്രി കൂടി അദ്ദേഹം അവിടെ താമസിക്കുന്നു. പിന്നീട് പിറ്റേ ദിവസം കുളിച്ചൊരുങ്ങി ഓഫീസിലോട്ട് പോകുന്നു. ഇങ്ങനെ 1-2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വരവ് അവിടുത്തെ ചില പാർസികൾ ശ്രദ്ധിച്ചു. ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അദ്ദേഹം ഒരു പാർസി അല്ല എന്നുള്ള ചിന്ത അവിടുത്തെ പാർസികളായ ആളുകളെ ശ്രദ്ധയിൽ വരികയും അവർ അംബേദ്കറെ ഒരു ദിവസം അംബേദ്കർ താമസിക്കുമ്പോൾ അദ്ദേഹം താമസിക്കുന്ന മുറി തുറന്ന് അദ്ദേഹത്തെ തടഞ്ഞു വെച്ച് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും അദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വലിയ മർദ്ദനം ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോധൈര്യത്തിൻ്റെ ഒരു ഉയർന്ന ഭാവത്തിൽ അദ്ദേഹം ആ സാഹചര്യത്തെ നേരിടുകയും അത് പിടിച്ചു നിൽക്കുകയും ചെയ്തു. മർദ്ദനമേൽക്കാതെ അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെടുകയും ഞാൻ വൈകുന്നേരത്തിനുള്ളിൽ അവിടുന്ന് പോയിക്കൊള്ളാം എന്നുള്ള ഉറപ്പിൽ അവർ വെറുതെ വിടുകയും ചെയ്തു. അന്ന് വൈകുന്നേരം രാജാവിൻ്റെ ഔദ്യോഗിക ഓഫീസിലെത്തുകയും അദ്ദേഹം അവിടെ ഈ കാര്യങ്ങളുടെ നിജസ്ഥിതി ഇനി തുടർന്ന് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി എന്ന അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്ന് വൈകുന്നേരം തന്നെ ബറോഡയിൽ നിന്ന് ബോംബെയിലേക്ക് ജോലി മതിയാക്കി മടങ്ങുകയും ചെയ്ത സാഹചര്യം ആണ് അവിടെ പിന്നീട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. ഇത് ഒരു വലിയ തിരിച്ചറിവും ഒരു വലിയ വെളിപാടുമായി അംബേദ്കർ ജീവിതത്തെ മാറുന്നു. കാരണം ഈ എത്ര ഉന്നതമായ വിദ്യാഭ്യാസവും ഉന്നത പദവിയും ഉണ്ടെങ്കിലും ഇന്ത്യൻ സാഹചര്യത്തിൽ സ്വന്തം ജാതി തന്നെയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും ജാതിയിൽ നിന്നുള്ളൊരു മോചനമില്ലാതെ വിദ്യാഭ്യാസമോ ജ്ഞാനം കൊണ്ടോ അയാൾക്ക് മോചനം കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലെ തിരിച്ചറിവിലേക്കാണ് ഈ സംഭവങ്ങൾ അംബേദ്കർ എത്തിച്ചത്. ബറോഡയിലെ താമസിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥയിൽ സർക്കാർ ബംഗ്ലാവ് കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ബോംബെയിലേക്ക് മടങ്ങുന്നു. ബോംബെയിൽ മടങ്ങിയെത്തിയ ശേഷം അദ്ദേഹം രാജാവിന് തൻ്റെ സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് രാജാവിന് കത്തെഴുതുന്നു. പിന്നീട് ആ ജോലി തുടരാൻ താല്പര്യമില്ല എന്നുള്ള സാഹചര്യത്തിൽ അദ്ദേഹം ബോംബെയിൽ മറ്റ് ജോലി നോക്കുകയും ഈ ബറോഡ സർക്കാരിൻ്റെ ഔദ്യോഗിക ജോലി വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്യുന്നത്.